നമ്മുടെ സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടത്തിൽ ഡിസംബർ 9 നടക്കുന്ന ഇടുക്കി ജില്ലയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടി, അതായത് 8-ാം തീയതി ഉച്ചയോടും കൂടി എല്ലാ പോളിംഗ് സാമഗ്രികൾ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെ എല്ലാ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായിരിക്കുകയാണ്. നമ്മുടെ പോളിംഗ് ഉദ്യോഗസ്ഥർ അവരുടെ ബന്ധപ്പെട്ട ബൂത്തുകളിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. പലരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ ജില്ലയിൽ 52 ഗ്രാമപഞ്ചായത്തുകളും 8 ബ്ലോക്ക് പഞ്ചായത്തുകളും 2 നഗരസഭകളും ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ 63 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 1036 നിയോജകമണ്ഡലം അല്ലെങ്കിൽ വാർഡുകളാണുള്ളത്. ഈ അന്തിമ വോട്ടർ പട്ടിക പ്രകാരം ജില്ലയിൽ 9,12,133 വോട്ടർമാരാണുള്ളത്. ഇതിൽ 4,43,521 പുരുഷന്മാരും 4,68,602 സ്ത്രീകളും 10 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ഉൾപ്പെടുന്നു. ഇതിൽ 10 പേര് പ്രവാസികളാണ്. നമ്മൾ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായിട്ട് ആവശ്യമായ പോളിംഗ് ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട്. 4,768 ഉദ്യോഗസ്ഥരെയാണ് ഇത്തരത്തിൽ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. 1,192 പോളിംഗ് ബൂത്തുകളാണ് നമുക്കുള്ളത്. ഇതിൽ 72 നഗരസഭകളിലും 1,119 നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിലാണ്. ഒരു പ്രിസൈഡിംഗ് ഓഫീസർ, ഒരു ഫസ്റ്റ് പോളിംഗ് ഓഫീസർ, 2 പോളിംഗ് ഓഫീസർ ഉൾപ്പെടെ 4 ഉദ്യോഗസ്ഥരാണ് ഓരോ ബൂത്തിലേക്കും ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ് വോട്ടിംഗ് വിതരണം കഴിഞ്ഞു. ഇനി അതിൻ്റെ നമ്മുടെ വോട്ടിംഗ് മെഷീനും സാമഗ്രികളുടെ ശേഖരണത്തിനുമായിട്ട് 10 കേന്ദ്രങ്ങൾ സജ്ജമായിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഈ പ്രശ്നബാധിത ബൂത്തുകളിൽ, അതായത് 83ഓളം പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിങ്ങിനുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഈ വോട്ടെടുപ്പിൻ്റെ അതുപോലെ തന്നെ വോട്ടെണ്ണൽ ഇത് സംബന്ധിച്ചുള്ള എല്ലാ സുരക്ഷാ ഏർപ്പാടുകളും ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ കൃത്യമായി എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വോട്ടിങ്ങിൻ്റെ സമയത്ത് തന്നെ വോട്ടിംഗ് ഡേയിൽ രാവിലെ 7 മണിക്കാണ് വോട്ടിംഗ് നടക്കുന്നത്, വൈകിട്ട് 6 മണി വരെ. 6 മണിക്ക് അതിൻ്റെ രാഷ്ട്രീയ പാർട്ടികളുടെ സാന്നിധ്യത്തിൽ മോക്ക് പോളിംഗ് നടക്കും. അത് കഴിഞ്ഞ് 7 മണിക്ക് കൃത്യം തന്നെ വോട്ടിംഗ് ആരംഭിക്കും. 6 മണിയോടുകൂടി വൈകിട്ട് 6 മണി വോട്ടിംഗ് സമാപിക്കുകയും ചെയ്യും. അപ്പോൾ ഏതായാലും ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഇലക്ഷനുമായിട്ട് പോളിംഗുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. എല്ലാ വോട്ടർമാരും അവരുടെ സംവിധാനം കൃത്യമായിട്ട് വിനിയോഗിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.